ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനുജ. ഡെസർട്ട് റോസ് എന്നറിയപ്പെടുന്ന അടീനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിലുണ്ടാവുന്ന കായകൾ എങ്ങനെ സംരക്ഷിക്കാമെന്നും അതിൽ നിന്ന് വിത്തുകൾ എങ്ങനെ ശേഖരിക്കാമെന്നും കൂടാതെ ആ വിത്തുകൾ മുളപ്പിക്കുന്ന രീതിയും ഈ വീഡിയോയിലൂടെ വിശദമായി പറയുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സാധാരണഗതിയിൽ അടീനത്തിൽ 2 നിറങ്ങളിലുള്ള കായകളാണ് കാണപ്പെടുന്നത്. ചിലത് ബ്രൗൺ നിറത്തിലായിരിക്കുമ്പോൾ മറ്റു ചിലത് പച്ച നിറത്തിലായിരിക്കും. കളറുകൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും വിത്തുകൾ ഒരേപോലെ തന്നെയായിരിക്കും. മുളപ്പിക്കുന്ന രീതിയും ഒന്ന് തന്നെയാണ്. അടീനത്തിൽ കായ പിടിച്ചു കഴിഞ്ഞാൽ 3 മാസമെങ്കിലും വേണം ഇത് മൂപ്പെത്തുവാൻ. എന്നാൽ മാത്രമേ ഇതിൽ നിന്നുള്ള വിത്തുകൾ ശേഖരിച്ച് മുളപ്പിക്കാനായി ഉപയോഗിക്കാനാകൂ. കായ പിടിച്ച് 2-2.5 മാസം കഴിയുന്നതോടെ ഈ കായകളിൽ നൂലോ റബ്ബർ ബാൻഡോ ഉപയോഗിച്ച് കെട്ടിടണം. ഇല്ലെങ്കിൽ കായയുടെ നടുവിലുള്ള ഈ ഭാഗം പൊട്ടി വിത്തുകൾ മുഴുവൻ പറന്ന് നഷ്ടപ്പെടും. പറന്നു പോകാൻ കാരണം വിത്തുകളുടെ 2 അറ്റത്തും അപ്പൂപ്പൻ താട് പോലെയുള്ളതാണ്. അതിനാൽ കായകളിൽ കെട്ടിട്ട് കൊടുത്താലും അത് പൊളിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കി ഇരിക്കേണ്ടതാണ്. ഒരു ചെടിയിൽ യഥേഷ്ടം പൂക്കൾ ഉണ്ടാകാറുണ്ടെങ്കിലും അതിൽ 1-2 സെറ്റ് കായകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒരു പൂവിൽ 2 കായകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആനക്കൊമ്പ് പോലെ 2 ഭാഗത്തേക്ക് നീണ്ടാണ് ഇവയുടെ കിടപ്പ്. ഒരു കായ മാത്രമായി ഇതുവരെ കണ്ടിട്ടില്ല. കായകൾ മൂപ്പെത്തിക്കഴിഞ്ഞാൽ ചെടിയിൽ നിന്ന് പറിച്ചു മാറ്റണം. നടുഭാഗം പൊളിഞ്ഞു തുടങ്ങുമ്പോഴാണ് അത് മൂപ്പെത്തി എന്ന് നമ്മൾക്ക് മനസ്സിലാവുക. നടുഭാഗം പൊളിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇവ ചെടിയിൽ നിന്നും പറിച്ചു മാറ്റേണ്ടതാണ്. കായകൾ കെട്ടിക്കൊടുത്തില്ലെങ്കിലോ ചെടിയിൽ നിന്ന് പറിച്ചെടുത്തില്ലെങ്കിലോ ഇതേപോലെ കായകൾ പൊട്ടി വിത്തുകൾ മുഴുവൻ പുറത്തു വരും. കാറ്റത്ത് പറന്നു പോവുകയും ചെയ്യും. അതോടെ മാസങ്ങൾ കാത്തിരുന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് ഒരു വിത്ത് പോലും ലഭിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടാവുക. ഇതാണ് അടീനയത്തിൻ്റെ വിത്ത്. അപ്പൂപ്പൻ താട് പോലെയുള്ളവയുടെ ഇടയിൽ നെൽമണി പോലെ കാണുന്നതാണ് വിത്ത്. 2 അറ്റത്തും അപ്പൂപ്പൻ താട് പോലെയുള്ളതിനാൽ ഇവ പെട്ടെന്ന് കാറ്റത്ത് പറന്നു പോകും. ഈ അപ്പൂപ്പൻ താടിൽ നിന്നും ഈ വിത്തുകൾ ശ്രദ്ധയോടെ മാറ്റി വയ്ക്കേണ്ടതാണ്. ഇവ ഓരോന്നായി നമ്മൾക്ക് പറിച്ചു മാറ്റാം. ഈ അപ്പൂപ്പൻ താടിൽ നിന്നും വേർപെടുത്തുമ്പോൾ വിത്തുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സെറ്റ് കായയിൽ ഏകദേശം 40 മുതൽ 50 വരെ വിത്തുകളാണ് ഉണ്ടാവുക. ഇതിൽ 2-3 വിത്തുകൾ മോശം വിത്തുകളായിരിക്കും. കായയിൽ നിന്നും വേർപെടുത്തിയ ഉടൻ തന്നെ ഇത് മുളപ്പിക്കാനായി ഇടുന്നതാണ് കൂടുതൽ നല്ലത്. എന്നാൽ 100% വിത്തുകളും മുളച്ചു വരും. ദിവസങ്ങൾ വൈകിയാൽ ഇത് മുളയ്ക്കുന്ന ശതമാനത്തിൻ്റെ എണ്ണവും കുറയും. മണലും ചകിരിച്ചോറുമാണ് അടീനിയം മുളപ്പിക്കാനായി ഉപയോഗിക്കുന്നത്. ഇത് മണ്ണിൻ്റെ ആവശ്യം തീരെയില്ല. ചകിരിച്ചോറ് മാത്രമായും നമ്മൾക്ക് മുളപ്പിക്കാനായി ഉപയോഗിക്കാം. ചകിരിച്ചോർ മാത്രമായി ഉപയോഗിക്കുമ്പോഴാണ് വിത്തുകൾ
പെട്ടെന്ന് മുളച്ചു വരുന്നതും വേഗം വളരുന്നതുമായി കാണുന്നത്. അതിനാൽ ചകിരിച്ചോർ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്നാൽ ഞാനിവിടെ ചകിരിച്ചോറും മണലും കൂടിയാണ് വിത്തുകൾ മുളപ്പിക്കാനായി ഉപയോഗിക്കുന്നത്. അതിനായി ചകിരിച്ചോർ എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമേ ഇത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾക്ക് ഈ ചകിരിച്ചോർ നടാനായി ഉപയോഗിക്കാം. പുഴമണൽ വേണം അടീനിയം നടാനായി ഉപയോഗിക്കാൻ. പാറമണൽ ഇതിന് ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ ആവശ്യത്തിന് പുഴമണലും ചകിരിച്ചോറും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് നടാനായി ഉപയോഗിക്കുന്ന പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. അധികം താഴ്ചയില്ലാതെ പരന്ന പാത്രമാണ് ഇതിന് നല്ലത്. മണലും ചകിരിച്ചോറും നന്നായി കൂട്ടി യോജിപ്പിക്കണം. എന്നിട്ട് വേണം ഇവ പാത്രങ്ങളിലേക്ക് നിറയ്ക്കാൻ. വേണമെങ്കിൽ കുറച്ച് കമ്പോസ്റ്റ് കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നാൽ കമ്പോസ്റ്റ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അധികം ആഴമില്ലാത്ത പരന്ന പാത്രത്തിൻ്റെ 1/4 ഭാഗം മാത്രമേ ഈ മിശ്രിതം നിറയ്ക്കേണ്ടതുള്ളൂ. ഇതിൽ നിന്നും മണലിലെ കല്ലുകളും മറ്റും നീക്കം ചെയ്തതിന് ശേഷം നമ്മൾക്ക് വിത്തുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. വിത്തുകൾ നടുമ്പോൾ അധികം അകലം ആവശ്യമില്ല. കാരണം 2-3 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് ചെടികൾ പറിച്ചു മാറ്റാം. അതിനാൽ ആ സമയം വരെ ഇലകൾ പരസ്പരം മുട്ടാതിരിക്കേണ്ട അകലം മാത്രമേ വിത്തുകൾ നടാനായി ഇടേണ്ടതുള്ളൂ. വിത്തുകൾ മുഴുവൻ ഇട്ടതിന് ശേഷം ഇതിന് മുകളിലേക്ക് ചെറിയ കനത്തിൽ ഈ മിശ്രിതം ഒന്ന് തൂവിക്കൊടുക്കാം. കൂടുതൽ കനം ആവശ്യമില്ല. കനം കൂടിയാൽ വിത്തുകൾ മുളച്ചു പൊങ്ങുന്ന ദിവസങ്ങളുടെ എണ്ണവും വർദ്ധിക്കും. അതിനാൽ ചെറിയ കനം മാത്രമേ ഇതിന് മുകളിലേക്ക് ഇടാവൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മിശ്രിതം മുഴുവൻ ഇതിന് മുകളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾക്ക് ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ആദ്യം നനച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഈ മിശ്രിതത്തിൽ ഈർപ്പം ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾക്ക് നനച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കൂടുതൽ വെള്ളം ഇതിന് അപകടം ഉണ്ടാക്കും.
വിത്തുകളിട്ട് 3-ാം ദിവസം ആകുമ്പോഴേക്കും ഇതിൽ മുളകൾ പൊട്ടിവരുന്നത് കാണാം. അഞ്ചാം ദിവസമാകുമ്പോഴേക്കും ചെടികൾ മുളച്ച് പൊങ്ങി തുടങ്ങും. ആഴ്ചയാകുമ്പോഴേക്കും ചെടികൾ എല്ലാം തന്നെ മുളച്ച് പൊങ്ങിയിരിക്കും. ഈ ചെടി എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്നും എപ്പോഴാണ് ഇത് പറിച്ചു നടേണ്ടത് എന്നുമുള്ള വിവരങ്ങൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.